ഫാർമക്കോഡൈനാമിക്സ് മനസ്സിലാക്കാൻ, അതായത് ഒരു ഡ്രഗ് എന്ത് ചെയ്യുന്നുവെന്നും എങ്ങനെ ചെയ്യുന്നുവെന്നും മനസ്സിലാക്കാൻ സ്മൂത്ത് മസിൽ ഒരു നല്ല ഉദാഹരണമാണ്. ഇത് നമുക്ക് നോക്കാം. ലേൺ എഫിഷ്യന്റ് ഫാർമക്കോളജി ഫാർമക്കോഡൈനാമിക്സ് പാർട്ട് 2-ൽ MLCK ആൻഡ് MLCP ഇൻ സ്മൂത്ത് മസിൽ ഫംഗ്ഷൻ. ഒരു സ്മൂത്ത് മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനോട് അറ്റാച്ച് ചെയ്ത് അതിനെ പുള്ള് ചെയ്യണം. ഈ മയോസിൻ ഹെഡ് മയോസിൻ ഹെവി ചെയിനിന്റെ ഭാഗമാണ്. ഇത് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മയോസിൻ ലൈറ്റ് ചെയിനിന്റെ ഫോസ്ഫോറിലേഷൻ ആണ്. അതായത് ഒരു ഫോസ്ഫോറിൽ ഗ്രൂപ്പ് ATPയിൽ നിന്നും മയോസിൻ ലൈറ്റ് ചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഫോസ്ഫോറിലേഷനുകൾ നടത്തുന്ന എൻസൈംസ് ആണ് കൈനേസസ്. മയോസിൻ ലൈറ്റ് ചെയിനിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന കൈനേസ് ആണ് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് അല്ലെങ്കിൽ MLCK. അങ്ങനെ മയോസിൻ ലൈറ്റ് ചെയിനിന്റെ ഫോസ്ഫോറിലേഷൻ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനെ ഫേവർ ചെയ്യുന്നു. അപ്പോൾ ഈ ഫോസ്ഫോറിൽ ഗ്രൂപ്പ് മയോസിൻ ലൈറ്റ് ചെയിനിൽ നിന്നും റിമൂവ് ചെയ്താലോ? ഇത് സ്മൂത്ത് മസിൽ റിലാക്സേഷനെ ഫേവർ ചെയ്യും. ഇത്തരത്തിലുള്ള ഡീഫോസ്ഫോറിലേഷൻസ് നടത്തുന്ന എൻസൈംസ് ആണ് ഫോസ്ഫറ്റേസസ്. മയോസിൻ ലൈറ്റ് ചെയിനിനെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന ഫോസ്ഫറ്റേസ് ആണ് മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫറ്റേസ് അല്ലെങ്കിൽ MLCP. അതായത് MLCK ആക്ടിവേറ്റ് ചെയ്താലോ MLCP ഇൻഹിബിറ്റ് ചെയ്താലോ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ ഫേവേർഡ് ആകും. അതുപോലെ MLCPയെ ആക്ടിവേറ്റ് ചെയ്താലോ MLCKയെ ഇൻഹിബിറ്റ് ചെയ്താലോ സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യും. അപ്പോൾ ചോദ്യം ഇതാണ്: എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ ഈ എൻസൈംസ് ആക്ടിവേറ്റഡോ ഇൻഹിബിറ്റഡോ ആകും? ഇത് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മസ്റ്റ് നോ ഫാക്റ്റ് ആണ്.